വന്നത് നിങ്ങൾ പ്രതീക്ഷ 20-ൽ കൂടുതൽ വാർഡുകളായിരുന്നു. അത് പോകാനുള്ള കാരണം കൂടുതൽ ഈ CPM LDF 12 സീറ്റ് കിട്ടിയത് ഈ BJP പിന്തുണയോടെ കൂടെയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ആരോപണം വെറുതെ ഉന്നയിച്ചതല്ല, ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമായിക്കൊണ്ടാണ് അതിൻ്റെ തെളിവ് സഹിതമാണ് നിങ്ങളോട് പറഞ്ഞത്. 1-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ ഒരോട്ട്, അതുപോലെ തന്നെ മറ്റ് വാർഡുകളിൽ BJPയുടെ വോട്ടില്ലായ്മ, ഒപ്പം LDFന്റെ തോറ്റ സ്ഥാനാർത്ഥി BJPയുടെ കൂടെ ആഹ്ലാദനത്തെ ഇതൊക്കെ കൂട്ടിവായിക്കുമ്പോൾ സമൂഹത്തിലുള്ള ആളുകളൊന്നും വിഡ്ഢികളല്ലല്ലോ. വിശ്വാസത്തിൽ കൃത്യമായ തെളിവല്ലേ? അല്ല ഞങ്ങൾ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കാൻ ഞങ്ങൾ ഇതിന്റെ മുമ്പ് വന്നിട്ടില്ല. ഞങ്ങൾ ഇത് കൃത്യമായിട്ട് ഇത് സമൂഹം അറിയണം, ചർച്ച വേണം, ഇവിടെ അവരുടെ കാപട്യം ജനം അറിയണം. CPM പ്രതികരിക്കാതിരിക്കാനുള്ള കാരണം തന്നെ വ്യക്തമാക്കാം. കാരണം 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ കൃഷ്ണദാസിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശം 28-ാം വാർഡിൽ 326 വോട്ട് BJP നേടി 2-ാം സ്ഥാനത്ത് നിന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരേ ഫാമിലിയിൽ നിന്ന് 2 കാൻഡിഡേറ്റ് വന്നത് BJPക്കും LDFനും. അവിടെ ആ സമയത്തും BJP നേടിയത് 290 വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ LDF ജയിച്ചു. അവിടെ BJPക്ക് കിട്ടിയ വോട്ട് 146 വോട്ടാണ്. അപ്പൊ ഇത്രയും വോട്ട് കച്ചവടം നടത്തിയത് കൊണ്ട് തന്നെയാണ് അവിടെ CPMന്റെ ഔദ്യോഗിക പക്ഷമല്ലാത്ത കാൻഡിഡേറ്റ് ഉണ്ട്. അവിടെ CPMന്റെ വിഭാഗീയതല്ല വോട്ടുകളൊക്കെ അവിടെ സമാഹരിച്ചിട്ടുണ്ട്. അവിടെ നടന്ന വോട്ട് കച്ചവടം തന്നെ നമുക്കറിയാം. കാരണം അത് പ്രതികരിക്കാൻ കഴിയില്ല അവരെ.